Hi friends, Assalamualaikum. Welcome back to Jashis Cookbook. Jashis Cookbookലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭക്ഷണത്തിന് സമയത്ത് ഒരു ഗസ്റ്റ് അപ്രതീക്ഷിതമായിട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. അവർക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമെന്ന്. അപ്പോൾ മിക്കവർക്കും മനസ്സിൽ വരിക നെയ്ച്ചോറും ചിക്കൻ കറി ആയിരിക്കും. എന്നാൽ ഇന്ന് നമുക്ക് സ്ഥിരം ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഒന്ന് മാറ്റി പിടിച്ച് അതിന് പകരം നല്ല എരിവും പുളിയും ഒക്കെ നല്ല പോലെ പിടിച്ചിട്ടുള്ള ചിക്കൻ 65ഉം അതിൻ്റെ കൂടെ ഗ്രേവിക്ക് വേണ്ടി നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള പരിപ്പ് കറി ഉണ്ടാക്കിയാലോ? അടിപൊളി കോമ്പിനേഷനാണ്. പരിപ്പ് കറി നെയ്ച്ചോറല്ല ഒരുവിധം പേർക്ക് ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണ്. എന്നാൽ ഇന്ന് ഞാനത് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് റെസിപ്പിക്ക് വേണ്ടി മാത്രമല്ല, മറ്റ് ഏത് ജോലിയിലെ പോലെ തന്നെ കുക്കിങ്ങിലും ടൈം മാനേജ്മെൻറ്റ് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. കൃത്യമായ പ്ലാനിങ്ങോട് കൂടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആകും. അതുകൊണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയാണ് നെയ്ച്ചോറും പരിപ്പ് കറിയും ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ആക്കാതെ തന്നെ എളുപ്പത്തിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു ലഞ്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. 2 കിലോ ചിക്കനിലേക്ക് വലിയ കഷ്ണം ഇഞ്ചി, 2 കുടം വെളുത്തുള്ളിയും വേണം. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി, 2 ടേബിൾ സ്പൂൺ സുർക്ക, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ അരച്ചരപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ അരപ്പൊന്ന് മാറ്റി വെക്കണം. അത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ആവശ്യമുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ അരപ്പും 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 കോഴിമുട്ടയും ചേർക്കാം. എല്ലാം നല്ല പോലെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറിന് വേണ്ട അരി ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കാം. 4 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് പരിപ്പ് കറിയിലേക്കുള്ള പരിപ്പ് കഴുകി വേവിക്കാൻ വെക്കാം. 1 കപ്പ് പരിപ്പ് കഴുകിയതിലേക്ക് 2 കപ്പ് വെള്ളവും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം. അതിനപ്പുറത്തെ ബർണറിൽ ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. പരിപ്പെടുക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി പരിപ്പിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. 1.5 കപ്പ് തേങ്ങയും 5-10 ചുവന്നുള്ളിയും 1 ടീസ്പൂൺ നല്ല ജീരകവും അരക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ആ അരപ്പ് വേവിച്ച പരിപ്പിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അടുത്തതായിട്ട് കുതിർക്കാൻ വെച്ച അരി ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് വലിയ പാത്രം ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ 5-8 ഏലക്കായും 3-4 ചെറിയ കഷ്ണം കറുവപ്പട്ടയും കരിയാമ്പൂവും ചേർത്ത് കൊടുക്കാം. അത് മൂത്ത് വരുമ്പോൾ ഉണക്കമുതിരയും വലിയ സബോള 3 നൈസായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. സവാള നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് 2 മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം തിളച്ച വെള്ളവും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം.
വെള്ളം തിളപ്പിച്ചിരുന്ന അപ്പുറത്തെ ബർണർ ഫ്രീ ആയപ്പോൾ ഞാൻ അവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായാൽ ഓയിൽ ഒഴിച്ച് ചൂടായി വന്നാൽ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യേണ്ടത്. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നെയ്ച്ചോറിലെ വെള്ളം 1/4 ഭാഗം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നെയ്ച്ചോറിലെ വെള്ളം മുഴുവനായി വറ്റി റൈസ് പാകത്തിന് വേവായിട്ട് വരും. ഇനി നെയ്ച്ചോറ് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാണ്. അതിനുശേഷം പരിപ്പ് കറി നമുക്കൊന്ന് കടുക് വറുക്കാം. പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായാൽ കടുക് ചേർക്കാം. കടുക് മുഴുവനായി പൊട്ടി വന്നാൽ ഫ്ലെയിം ഓഫാക്കി കറിവേപ്പില ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയും ഇവിടെ റെഡിയായി. നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2 കിലോ ചിക്കൻ ഉള്ളത് കൊണ്ട് 2-3 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ആ സമയം നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പിലേക്ക് 5 ടേബിൾ സ്പൂൺ ഹോട്ട് സോസ് അല്ലെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഫോട്ടോയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളർ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചേർക്കണ്ടേ, കളർ അത്ര ഹെൽത്തി ഒന്നല്ല. ഇനി ഹോട്ട് സോസും ചില്ലി സോസും ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിന് പകരം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ സുർക്കയും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സാക്കി എടുത്താൽ മതി. ലാസ്റ്റ് ട്രിപ്പ് കൂടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വേറൊരു പാൻ ചൂടാക്കി ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്നും കുറച്ചൊഴിച്ച് അതിലേക്ക് സോസ് ഒഴിച്ച് മിക്സാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ നമുക്കതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നല്ല പോലെ ചിക്കനിൽ ആ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് നടുകീറിയതും വേപ്പിലയും ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ ആവശ്യത്തിന് എരിവും പുളിയും ഒക്കെ നല്ല പോലെ പിടിച്ച് നല്ലൊരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള ചിക്കൻ 65 ഇവിടെ റെഡിയായി. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ എൻ്റെ ഈ സ്പെഷ്യൽ ലഞ്ച് പ്രിപ്പറേഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നെയ്ച്ചോറും പരിപ്പ് കറിയും ചിക്കൻ 65 അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ ലിങ്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.